അപ്പോൾ വയനാട് വിഷൻ്റെ പൂപ്പൊലി തത്സമയം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഒരു അതിഥിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിഥി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. ഇദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ഇനി ആരുമില്ല. മലയാളികളല്ല, എല്ലായിടത്തും ഒരു ഇൻ്റർനാഷണൽ താരമാണ് നമ്മുടെ കൂടെ ഉള്ളത്, അതുൽ നറുകര സാർ. അപ്പോൾ സാറിനെ നമുക്കറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന പാലാപ്പള്ളി ആണ്. അപ്പോൾ സാർ എങ്ങനെയുണ്ട് വയനാട്ടിലേക്ക് വന്നിട്ടുള്ളൊരു നമുക്ക് എക്സ്പീരിയൻസ്? മുമ്പ് പ്രോഗ്രാമുകളൊക്കെ മുന്നേ 1-2-3 പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര വലിയൊരു പരിപാടിയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ്, പൂപ്പൊലി ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ്. എന്തായാലും അമ്പലവേൽ ഈ ഒരു റീജിയനിലും നമ്മൾ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എങ്ങനെയുണ്ട് പൂപ്പൊലി കണ്ടോ? ഇല്ല, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ജസ്റ്റ് കാണാൻ പോകാൻ. എന്തായാലും അത്ര കണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മളവിടുന്ന് ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് പരിപാടിക്ക് വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ പരിപാടിയുടെ ഒരു ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് തന്നെ വല്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ എന്തായാലും വയനാട് ഒരു അതിജീവനത്തിന്റെ പാതയിൽ കൂടിയാണ്. അപ്പോൾ എന്താണ് നമുക്ക് വയനാട്ടുകാരോട് പറയാനുള്ളത്? ഇപ്പൊ നമുക്കറിയാം വയനാട് ഇപ്പോൾ ടൂറിസം മേഖലകളൊക്കെ നമുക്കൊന്ന് ഉണർന്നു വരുന്നുള്ളൂ, അതുപോലെ പ്രോഗ്രാമുകളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് പറയാനുള്ളത് വയനാട്ടുകാരോട്? നമ്മൾ ആ ബുദ്ധിമുട്ടുണ്ടായ സമയത്തും നമ്മൾ എന്തിനും കട്ടയ്ക്ക് റെഡിയാണ് എന്നുള്ളത്, നമ്മൾ കലാകാരന്മാരെന്നുള്ള രീതിയിൽ നമ്മൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളാൽ കഴിയുന്നത് എന്തൊക്കെയാണ്. ഒരുപക്ഷെ വയനാടിൻ്റെ ഒരു നേരത്തെ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു സോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസവും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അതിലൂടെയാണ് അത് അവരുടെ വരുമാനം. എന്തായാലും ഇപ്പോൾ കയറി ഉഷാറായി വീണ്ടും അതിഗംഭീരമായിട്ട് വലിയ ഫെസ്റ്റുകളും പരിപാടികളും ആഘോഷങ്ങളൊക്കെ തുടർന്ന് ഇന്നലെ സ്കൂൾ കലോത്സവ വേദിയിൽ നാടക മത്സരത്തിൻ്റെയൊക്കെ നല്ലൊരു വാർത്തയായി അത്. കാരണം അവര് അതിജീവിക്കുന്നതിൻ്റെ പീക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റി വലിയൊരു ഉത്തരമാണത്. ഒരു നാടകം, ആ വെള്ളർമല സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള നാടകവും അതുപോലെ തന്നെ മറ്റുള്ള ഡാൻസുകളൊക്കെ അതിഗംഭീരമായി വരിക എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു കാര്യം. ആ മനുഷ്യർ അതിനെ മെല്ലെ മറികടന്ന് അതിജീവിക്കുന്നുണ്ട് എന്നുള്ളതിന് വലിയൊരു ഉത്തരവാണ് അതൊക്കെ. അപ്പോൾ അത്തരത്തിൽ എന്താണ് അതിഗംഭീരമായിട്ട് ഇനിയും കടന്നു വരിക. അതേപോലത്തെ ഫെസ്റ്റുകളും പരിപാടികളൊക്കെ ഗംഭീരമായി വരട്ടെ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തും. അപ്പോൾ ഇനി എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, ഈ പാലാപ്പള്ളി പാട്ട് വന്നല്ലോ, അതെ അതിന് മുമ്പുള്ളൊരു അതുൽ നറുകരയുണ്ട്, അതിന് ശേഷമുള്ളൊരു എന്താണ് തോന്നുന്നത്? നിലവിൽ ഞാൻ എന്താണ് ആ സിനിമയല്ല ആദ്യം പാടുന്നത്, മമ്മൂട്ടിയുടെ പുഴു എന്നുള്ളൊരു സിനിമയിലൂടെയാണ് കടന്നു വരുന്നത്. അത് നമ്മളൊരു വേദിയിൽ പാട്ട് പാടുമ്പോൾ ഏകദേശം ഒരു പക്ഷേ 2000-3000 പേരുണ്ടായിരിക്കും. നമ്മളെ തിരിച്ചറിയാൻ, നമ്മളെ പരിചയപ്പെടുത്താം. പക്ഷെ നമ്മളൊരു ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ പാടുന്ന സമയത്ത് അതിനെ കേൾക്കുന്ന വലിയൊരു കൂട്ടം മനുഷ്യരാണ് നമ്മളെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ആദ്യം ചെറുതായിട്ട് മൊബൈലായി ചെയ്തുകൊണ്ടിരുന്ന വലിയ വേദികളൊക്കെ, ചെറിയ പരിപാടികളൊക്കെ നമുക്ക് പിന്നെ വലിയ വേദികളായി കിട്ടി. ലോകമെമ്പാടും പരിപാടികളുടെ ഭാഗമായി സഞ്ചരിക്കാൻ സാധിച്ചു. ഇനിയിപ്പോ ഒരു പുതിയ എന്തെങ്കിലും ഉണ്ട്, പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയിൽ ചെയ്തു വെച്ച പാട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും പാലാപ്പള്ളി പോലെ തന്നെ ഒരു ഹിറ്റ്, എന്തായാലും ഹിറ്റുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു വിലപ്പെട്ട സമയം, എന്തായാലും സന്തോഷം. വയനാട് വിഷന്റെ ഈ ഒരു സമയം നമുക്ക് വേണ്ടി തന്നതിലും ഏറെ സ്നേഹവും കടപ്പാട്. എല്ലാവരോടും പരിപാടിക്ക് വരാൻ വേണ്ടി പറയാ, ഇന്ന് നമുക്ക് പൊളിക്കണം. ഓക്കെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.